HMR വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും. ഇവിടെ ഞാനൊരു പായസം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏതു എന്നെ സഹായിക്കുകയാണ്, ഏതു ഇളക്കുകയാണ്. സേമിയ പായസം, പഞ്ചസാര ചേർന്നുള്ള പായസം. അതിന് വേണ്ടുന്ന പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ ശർക്കര ചേർന്ന പായസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓണമായിട്ട് എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ. എന്നെ പ്രത്യേകമായിട്ട് എനിക്ക് ഓണാശംസകൾ ഇന്നലെ തന്നെ നേരെ അഡ്വാൻസായി തന്നെ അറിയിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് വരെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. സേമിയ പായസത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് കൂടുതലൊന്നും ഇടുന്നില്ല. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങാപ്പഴം എല്ലാം വറുത്ത് കോരിയ ശേഷം ആ നെയ്യിലാണ് സേമിയ പൊടിച്ചിട്ട് പൊടിച്ചിട്ട് ഞാൻ വറുക്കുന്നത്. കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു. ഇനി ആവശ്യമുള്ളത് പാല്, പഞ്ചസാര, ഏലക്കാപ്പൊടി, ലാസ്റ്റിൽ കുറച്ച് നെയ്യ് കൂടെ അതിൻ്റെ മീതെ. ഓണമായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ. എന്തോന്ന് ഓണം, പിന്നെ കൊച്ചു കുട്ടികളുള്ളത് കൊണ്ട് നമുക്കൊരു ചെറിയ ഇൻട്രസ്റ്റ്. ഇനി വേണം എനിക്ക് എല്ലാ കറികളും ഉണ്ടാക്കാൻ. അച്ചാറുകളെല്ലാം ഇന്നലെ ഉണ്ടാക്കി, ചോറ് വയ്ക്കാൻ, പപ്പടം പൊരിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ. നിങ്ങളുടെ വീട്ടിലെ ജോലികളെല്ലാം രാവിലെ തന്നെ ആയോ? പണ്ട് കാലത്ത് 4 മണിക്ക് എണീറ്റ് അമ്മമാരൊക്കെ രാവിലെ തന്നെ 10 മണിക്ക് മുന്നേ തന്നെ എല്ലാം ഓണത്തിന് റെഡിയാക്കും അല്ലേ? ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുത്. അമ്പലം നിങ്ങൾക്കെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉദയ മാർത്താണ്ഡേശ്വരം ശിവക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രം. നമ്മുടെ നാടിനെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കുന്ന, കാത്തു സൂക്ഷിക്കുന്ന മഹാദേവൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. അവിടെ പോയി ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഭഗവാനോട് പറഞ്ഞു വീട്ടിൽ വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി പായസം വച്ചതിന് ശേഷം ബാക്കി വരും. അങ്ങനെ നമ്മുടെ എവർമസിനിയുടെ പായസം റെഡിയായി. ഇനി എനിക്ക് ബാക്കി ജോലികൾ, ചോറ് വയ്ക്കണം, കറികൾ വയ്ക്കണം, നടക്കട്ടെ. ഞാൻ അങ്ങനെ എല്ലാം റെഡിയാക്കി കേട്ടോ. ചോറ് ഈ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇത് വെള്ളരിക്ക കിച്ചടി എല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിൽ കേട്ടോ, അത് മതിയാവും നമുക്ക്. ഇത് പരിപ്പും പപ്പടവും, അവിയൽ, തോരൻ, പപ്പടം, അച്ചാറുകളെല്ലാം ഉണ്ട്. ഇഞ്ചി, നെല്ലിക്ക, നാരങ്ങ, മാങ്ങ, അതൊക്കെ ഇന്നലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, സാമ്പാറും രസവടയുമായിരുന്നു. അതിൻ്റെ മിച്ചം വന്ന രസവടയാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാം റെഡിയാക്കി ഇനി ഇവർക്കെല്ലാം ചോറ് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിലെല്ലാം റെഡിയായോ? അല്ല എല്ലാവരും കൂടി കഴിച്ചോ? ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ഞാൻ തിരുവോണ ദിനാശംസ നേർന്നുകൊള്ളുന്നു എല്ലാവർക്കും.